എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 9-ാം തീയതി. രാമായണ പാരായണത്തിൽ അയോധ്യാകാന്ഡം തുടരാം. ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീ പാർവതി പരമേശ്വരാഭ്യാം നമഃ. ശ്രീ ഹരേ നമഃ. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ സരസ്വത്യൈ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാവതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ. അയോധ്യാകാന്ഡം തുടരുന്നു. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ. ചിന്മയനായി നിൻ മാമാമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചെഞ്ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു. നിസ്ത്രവം ചോരന്മാരോടു കൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചെൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്യുതം നിർജ്ജനെ ഘോര മഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്രകിം ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ. മുനിവര്യന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാൻ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്ര ഇവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടു പോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു.
സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവർ എന്നോടു ചൊല്ലു. ഞാൻ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തഃകരണവും ത്യക്ത്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരെ മഗ്നമായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ. രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനീവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിന്ത ശുദ്ധി സദൈവാസ്തു തേ. സദ്യഫലം വരും സജ്ജന സംഗമദ്വിദ്വജനാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതപോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷയെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നദുഷ്ടോപിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. വാൽമീക മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും. രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിനവകാശവും വന്നിതെനിക്കു. മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ. കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. ചിത്രകൂട പ്രവേശം. സീതയാസാർത്ഥം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തിയെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി. ചിത്രകൂടാചലേ ഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെ ഇരിക്കെന്നരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ
ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജാ ചെന്നയോധ്യ പുക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിട്ടു വീണം തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടെ നിർവനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ, ശാസ്ത്രമതേ ജയ, ശൗര്യാംബുധേ ജയ, കീർത്തിനിധേ ജയ, സ്വാമിൻ ജയ ജയ, മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ ദീപാപിയാം എന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നുടെ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ഹാ രാമ ഗുണന വാരിധേ ലക്ഷ്മണ, വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരം. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയെൻ തവാജ്ഞയാ. ശൃംഗവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടം ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജഡയും ധരിച്ചിതു. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേണമെന്നുടെ താതനോടും ബലാലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമഖു അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേദം. പിന്നെയും പിന്നെയും ചൊൽക പിതാവതീഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടനക്കീടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ ആനന് പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗദം. ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം തോണീകരേറി ഗുഹനോടുകൂടവേ. പ്രാണവിയോഗേന നിന്നേനടിയനം അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതീനി പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിവേദനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ക്ഷമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപപ്രകാരം മനോഹരേ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ
കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനേൻ. ഹാഹാഹതോസ്മ്യഹം ഹാഹാഹതോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല. കേനവാഹന്ത ഹതോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു. ബാണമെയ്തേനധീക പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ. പ്രാണങ്ങൾ പോകഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ടു അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കും മെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറഞ്ഞു കളഞ്ഞിതോ. മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജത്വനീ കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കിട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു പേർ. രാത്രൗവനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചീടിനേൻ അറിയാതെ അതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കെട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനും എന്നോടു ചൊല്ലിടിനാൻ. കർമ്മമാത്രമമ വന്നതിദൂതവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും. എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്ന് എന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ.
ഇത്തമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെ വീടെ കിടക്കുന്നിതു ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മെ എടുത്തതിദീനതയോടെ മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവർ എന്നോടു ചൊല്ലിനാർ. നീ നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതപോധനൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കുമെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യമസത്യമായും വരാ. മന്നവനേറ്റം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. നാരീജന വിലാപം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന കോശങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമമന്തപുരമകം ഉക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതിവിദ്രുതം ചേർന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകമ്പുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിടിനാൻ. കേൾക്ക നൃപേന്ദ്ര, വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്ക് അയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും. ഏതാനുമെങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും. എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടുമയ അയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാജലക്ഷണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുത്ഥായ ഗാഠമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലി പറകനീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ, താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിരണ്ടു മേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം, നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ.
ത്വൽപിതാവെന്നു കേട്ടൊരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. ഭരതവിലാപം. ഹാ താത, ദുഃഖസമുദ്രേ നിമജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടയോരിനി ദൈവമേ, പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്താപ്യ. കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനെൻ ഞാൻ തവ, ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ, ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനക സുതേതി പുനഃപുനരാതുരനായി വിലാപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനനെ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ, രണ്ടു വരം മമ തന്നു തവ പിതാ. പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നു മറ്റതും. ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീദേവി പാതിവ്രത്യമാലംബ്യ ഭർതൃസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി. വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മ എന്നാധിപൂണ്ടിടിനാർ. കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. നിന്നോടു ഉരിയാടരൂതിനി ഞാൻ ചെന്നു വന്യയിൽ വീണു മരിപ്പതല്ലായിലോ. കാളകൂടം കുടിച്ചു ഇടുവാനല്ലായിൽ വാളെടുത്താശു കഴുത്തറത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരീ ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതീദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും മനുജാതനും സീതയും ചിരാംബര ജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർണയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു
ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധി ബലമാം തുലോം ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവു മാതാവേ, ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠ മുനിയേയും ധർമ്മധാരങ്ങളരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു. വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും, ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ, സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ, മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർത്ഥാസനം ദുർലഭം. വൃത്രാരിമുഖ്യ ത്രിദശൗഖവന്ദ്യനായ ആനന്ദമോടിരിക്കുന്ന ദിരെന്തു നീ ആനനം താഴ്ത്തി നേത്രാംബു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽക്കാരണൻ. ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തി വിരോധകം. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും. ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറ വിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വവേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ. സംഖ്യയില്ലാതോളം ഉണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനീനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാഗ്രലഗ്നാംബുവിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സദീനശ്വരം. പ്രാക്തന ദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മദേഹങ്ങൾ അറിയുക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ
ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്വാ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതം വിഷാദമുണ്ടാകുല. സംസ്കാര കർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരണാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവും ആദരാൽ. വേദപരായണന്മാരാം ദ്വിജാവലി ക്യോദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണലേപന താമ്പൂല പൂകങ്ങൾ ഘോഷേണ ദാനവം ചെയ്തു സസോദരം. വീണു നമസ്കരിച്ച് ആശീർവദനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനം സാനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാസുഹൃജ്ജനത്തോടു മനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികേ. അർണോരു ഹാസന സന്നിഭനാം മുനി സ്വർണാസനേ മരുവീടിനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനി ത്യാജമല്ലെന്നു ധരിക്ക കുമാരനീ. താത നിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലയിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടി എന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. രാമസന്നിധിയിലേക്ക് ഭരതന്റെ യാത്ര. നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതീർക്കാലാൽ കുതിരപ്പടയോടും ആനക ശംഖ പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ശ്രീരാമചന്ദ്രായ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരേ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ.